ഓൺലൈൻ തട്ടിപ്പുകൾ പല വിധത്തിലുണ്ട്. വലിയ ഡയലോഗ് അടിക്കണ ഞാൻ പോലും 2 തവണ ഇവന്മാരുടെ വലയിലാകാനായിട്ട് ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് മറ്റേ വാട്സപ്പിലൂടെ ഈ പെണ്ണുങ്ങൾ ന്യൂഡായിട്ട് നിന്നിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഒരുത്തി എന്നെ വിളിച്ചിട്ട് ന്യൂഡായിട്ടൊക്കെ കാണിച്ചു എന്ന് ഞാൻ എന്ത് ചെയ്തു, സൈഡ് വരെ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എനിക്കൊന്ന് യൂട്യൂബ് ചാനലിൽ അതങ്ങ് അപ്ലോഡ് ചെയ്ത് എനിക്ക് കണ്ടന്റായി. രണ്ടാമത് KSEB എന്ന് വിളിക്കുന്നു, 8 മണിക്ക് പിന്നെ കറണ്ട് കട്ട് ചെയ്യും, നിങ്ങൾ പൈസ അടച്ചിട്ടില്ല, അടച്ചു പക്ഷേ ഗൂഗിൾ പേ അത് ഇങ്ങോട്ട് വന്നിട്ടില്ല, ഞങ്ങളൊരു ആപ്ലിക്കേഷൻ തരും, അതൊന്ന് പരുവപ്പെടുത്തി കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അറ്റം വരെ പോയി. അവന്മാരെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞ സ്ഥലം വരെ എത്തിയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഉണർവ് വന്നു. പെട്ടെന്ന് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, അതും കണ്ടന്റാക്കി. അപ്പം ഇങ്ങനെയുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരള പോലീസ് ഒരു ടോൾ ഫ്രീ നമ്പർ ഇറക്കിയിട്ടുണ്ട്. അത് വളരെ ഫലപ്രദമായിട്ട് നടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ലോൺ ആപ്പുകളുണ്ടല്ലോ, ലോൺ ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്ത് പൈസ തിരിച്ചടച്ചാലും അവർ വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഈ അടുത്ത കാലത്ത് ഒരു കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് ഈ ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. അതും നിർത്തലാക്കുന്നതിന് വേണ്ടി കേരള പോലീസ് ഒരു വാട്സപ്പ് നമ്പർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഫോൺ വിളിച്ചൊന്നും പറയാൻ പറ്റില്ല, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വീഡിയോ ആയിട്ടോ പടങ്ങളായിട്ടൊക്കെ നമുക്ക് നമ്മുടെ പരാതി ബോധ്യപ്പെടുത്താവുന്നതാണ്. അങ്ങനെ 2 കാര്യങ്ങൾ കേരള പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ്. ഉള്ളോളം താമസിച്ചെങ്കിൽ വന്നൂട്ടല്ല.